വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിച്ച് മാത്രമേ നടപ്പാക്കാവൂ എന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. കൂടിയാലോചനകളില്ലാതെ നടത്തുന്ന വികസനങ്ങളാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പലയിടത്തും നടക്കുന്ന സമരങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വട്ടപ്പാറയിൽ ഓവർബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വട്ടപ്പാറ ഓവർബ്രിഡ്ജ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഏത് വികസനവും നാട്ടിലുണ്ടാക്കുമ്പോൾ അത് നാടിന് ഗുണകരമാകുന്ന, നാട്ടുകാർക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ളതാകുക എന്നത് അത് നടത്തുന്നവരുടെയും നടത്തിപ്പിക്കുന്നവരുടെയും ഒക്കെ ഒരു പരിഗണനയിൽ വരേണ്ടുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ആലോചനകളും പരിഗണനകളും ഒന്നും ഇല്ലാതെയാണ് പലപ്പോഴും പലയിടത്തും ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പുരോഗമനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ ഈ മേഖലകളിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിൽ തന്നെ ഒരുപാടേറെ പ്രദേശങ്ങൾ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ആ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നാട്ടുകാർ സ്ഥലം കൊടുക്കുക, നാട്ടുകാരെ റോഡുണ്ടാക്കാനായി സൗകര്യം ചെയ്തു കൊടുക്കുക, അങ്ങനെ ചുറ്റുപാടുള്ള ആളുകൾക്ക് യാതൊരു സൗകര്യം ഇല്ലാതിരിക്കുക, ഇതൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ, കലാ, കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി, കൌൺസിലർമാരായ ആബിദ മൻസൂർ, EP അച്യുതൻ, ഫൈസൽ അലി തങ്ങൾ, ഷിഹാബ് പാറക്കൽ, വീരാൻകുട്ടി പറശ്ശേരി, റസീന മാലിക് എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TK ആബിദ് അലി, N വേണുഗോപാൽ, രാജൻ മാസ്റ്റർ, ആക്ഷൻ കൌൺസിൽ അംഗങ്ങളായ ഷിഹാബുദ്ദീൻ, സിദ്ദീഖ് ഹാജി തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്തു. മൂർക്കമ്പാട്ട് നിന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത പ്രകടനമായാണ് നാട്ടുകാർ ധർണ സ്ഥലത്തേക്കെത്തിയത്. അനീസ്, കണ്ണൻ, റിയാസ്, ഹനീഫ വലാർത്തൊടി, ബഷീർ OP, സുമേഷ്, അലി അക്ബർ എന്നിവർ നേതൃത്വം നൽകി. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാകണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധങ്ങൾ തുടരുമെന്നും സമരക്കാർ വ്യക്തമാക്കി.